ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ലോഗോസ് ക്വിസ് 2024 പ്രഭാഷകൻ്റെ ഗ്രന്ഥം 38-ാം അധ്യായം. ഈ അധ്യായത്തിലെ പ്രധാന പ്രതിപാദ്യ വിഷയം വൈദ്യനും രോഗശാന്തിയും, മരണവും ദുഃഖവും, ജോലിയും ജ്ഞാനവും. ഈ അധ്യായത്തിൽ നിന്നും പ്രഭാഷകൻ എത്ര സൂക്ഷ്മതയോടു കൂടിയാണ് ഓരോ കാര്യങ്ങളും വിവരിക്കുന്നത്. അതുവഴി പ്രഭാഷകൻ്റെ ജ്ഞാനം നമുക്ക് വെളിപ്പെട്ട് കിട്ടും. നമ്മുടെ നിത്യജീവിതത്തിലും ഈ വചനഭാഗം വളരെയേറെ പ്രാധാന്യമുള്ളതാണ്. അതിനാൽ നിങ്ങൾ ഈ വചനഭാഗം പൂർണ്ണമായി കേൾക്കാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഒത്തിരി സ്നേഹത്തോടെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി. ചോദ്യം 1. വൈദ്യനെ നിയോഗിച്ചത് ആരാണ്? കർത്താവ്. വാക്യം 38:1. 2. വൈദ്യൻ്റെ ജ്ഞാനം എവിടെ നിന്നും വരുന്നു? അത്യുന്നതനിൽ നിന്നും. 3. ആരുടെ വൈഭവമാണ് അവനെ ഉന്നതനാക്കുന്നത്? വൈദ്യൻ്റെ. 4. ബുദ്ധിയുള്ളവൻ എന്താണ് അവഗണിക്കാത്തത്? ഔഷധങ്ങൾ. 38:4. 5. കർത്താവ് എങ്ങനെയാണ് തൻ്റെ ശക്തി വെളിപ്പെടുത്തിയതെന്ന് പ്രഭാഷകൻ 38:5 പറയുന്നത്? വെള്ളത്തെ തടികഷ്ണം കൊണ്ട് മധുരീകരിച്ച്. 6. എന്തിനാണ് കർത്താവ് മനുഷ്യന് സിദ്ധികൾ നൽകിയത്? 38:6 പറയുന്നത് മനുഷ്യൻ്റെ അത്ഭുത കൃത്യങ്ങളിൽ മഹത്വപ്പെടേണ്ടതിന്. 7. എന്ത് മുഖേനയാണ് അവൻ വേദന അകറ്റുകയും രോഗം സുഖമാക്കുകയും ചെയ്യുന്നത്? കർത്താവ് മനുഷ്യന് നൽകിയ സിദ്ധികൾ മുഖേന. 38:7. 8. ഔഷധ നിർമ്മാതാവ് അത് ഉപയോഗിച്ച് മിശ്രിതം ഉണ്ടാക്കുന്നു. ഏതുപയോഗിച്ച്? തൻ്റെ സിദ്ധി ഉപയോഗിച്ച്. 38:8. 9. മകനെ, രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക, അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും. അധ്യായവും വാക്യവും. പ്രഭാഷകൻ 38:9. 10. നീ തെറ്റ് തിരുത്തി എന്ത് ചെയ്യാനാണ് പ്രഭാഷകൻ പറയുന്നത്? നേരായ മാർഗത്തിൽ ചരിക്കുക. വാക്യം 38:10. 11. കാഴ്ച വസ്തുക്കളായി എന്ത് സമർപ്പിക്കാനാണ് പ്രഭാഷകൻ 38:10 പറയുന്നത്? സുരഭില ബലിയും സ്മരണാംശമായി നേർത്ത മാവും സമർപ്പിക്കുക. 12. ആർക്കാണ് അർഹമായ സ്ഥാനം നൽകാൻ പ്രഭാഷകൻ പറയുന്നത്? വൈദ്യന്. 13. കർത്താവ് അവനെ നിയോഗിച്ചത്. അവനെ ഉപേക്ഷിക്കരുത്. അവനെക്കൊണ്ട് നിനക്ക് ആവശ്യമുണ്ട്. ആരുടെ കാര്യമാണ് 38:12 പറയുന്നത്? വൈദ്യൻ്റെ. ചോദ്യം 14. രോഗം നിർണയിച്ച് ജീവൻ രക്ഷിക്കാൻ കർത്താവിനോട് തൻ്റെ അനുഗ്രഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നത് ആരാണ്? വൈദ്യൻ. 15. 38-ാം അധ്യായത്തിലെ രണ്ടാമത്തെ ശീർഷകം ഏത്? മരിച്ചവരെ ഓർത്ത് വിലാപം. 16. മരിച്ചവരെ ഓർത്ത് എങ്ങനെ വിലപിക്കാനാണ് പ്രഭാഷകൻ 38:16 പറയുന്നത്? കഠിന വേദന കൊണ്ട് എന്നതുപോലെ വിലപിക്കുക. 17. മരിച്ചവരെ ഓർത്ത് വിലപിക്കുക എങ്ങനെ ആകണം? കരച്ചിൽ വേദനാപൂർണവും വിലാപം തീക്ഷ്ണതയുള്ളതുമാകട്ടെ. 18. ജീവിതാന്ത്യം ഓർത്ത് എന്ത് അകറ്റിക്കളയുക എന്നാണ് പറയുന്നത്? നിന്റെ ഹൃദയത്തിലെ ദുഃഖം. 38:20. 19. മരിച്ചവരെ ഓർത്ത് നിന്റെ ഹൃദയം ദുഃഖത്തിന് അധീനമായാൽ എന്താകും ഫലമെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? നിന്നെ തന്നെ ഉപദ്രവിക്കുകയാണ്. 38:21. കാരണം മരിച്ചവർ തിരിച്ചു വരികയില്ല. 20. എന്താണ് മരണത്തെക്കുറിച്ച് പ്രഭാഷകൻ്റെ ജ്ഞാനം? ഇന്നലെ ഞാൻ, ഇന്ന് നീ. വാക്യം 38:22. 21. മരിച്ചവർ വിശ്രമിക്കുമ്പോൾ അവരെക്കുറിച്ച് ആശ്വസിക്കുക. 38:23. ചോദ്യം 23. പണ്ഡിതൻ്റെ വിജ്ഞാനം എന്തിനെ ആശ്രയിച്ചിരിക്കും? വിശ്രമത്തെ. 24. എന്ത് ഒഴിവാക്കിയാൽ ജ്ഞാനം ലഭിക്കും? വ്യഗ്രത. വാക്യം 38:24. 25. കൃഷിക്കാരന് എന്തിനെക്കുറിച്ച് ജ്ഞാനമുള്ളത്? കൃഷിയെക്കുറിച്ച് മാത്രം. 26. പുതിയ രൂപങ്ങൾ നിർമ്മിക്കുന്നതിലും ചൈതന്യമുള്ള ചിത്രങ്ങൾ രചിക്കുന്നതിലും ശ്രദ്ധ വയ്ക്കുന്നത് ആരാണ്? കൊത്തുപണിക്കാരനും കരവേല വിദഗ്ധനും.
27. അഗ്നിയിൽ തട്ടിവരുന്ന കാറ്റേറ്റ് മാംസമൊരുക്കി കളയുന്ന ഊലയിലെ ചൂടേറ്റ് ഇല്ലാതാകുന്നത് ആരാണ്? ഇരുമ്പ് പണിക്കാരൻ. 28. കണ്ണുകൾ പണിത്തരങ്ങളുടെ രൂപഭംഗിയിൽ പതിയുകയും പണിക്കൂറ തീർത്ത് അവ അലങ്കരിക്കാൻ ദത്തശ്രദ്ധനാകുന്നതും ആരാണ്? ഇരുമ്പ് പണിക്കാരൻ. വാക്യം 38, 28. ചോദ്യം 29. സർവദാ കൃത്യനിർവഹണത്തിൽ മുഴുകി എണ്ണം നോക്കി തൻ്റെ പ്രയത്നം നിർണ്ണയിക്കുന്നത് ആരാണ്? കുശവൻ. വാക്യം 38, 29. 30. കൃഷിക്കാരനും കൊത്തുപണിക്കാരനും ഇരുമ്പ് പണിക്കാരനും കുശവനും ഇവരെല്ലാവരും ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കൂ? നഗരം പണിയാൻ. വാക്യം 38, 32. 35. ചോദ്യം 30, 31. പ്രഭാഷകൻ 38, 33 അവർ വിളിക്കപ്പെടുന്നത് ഇല്ലാത്തത് എവിടേക്കാണെന്നാണ് പറയുന്നത്? പൗരസമിതിയിലേക്ക്. 32. എവിടെയാണ് അവർ പ്രാമുഖ്യമില്ലാത്തത്? പൊതുസഭയിൽ. 33. എവിടെയാണ് അവർ ഇരിക്കുന്നില്ലാത്തത്? ന്യായാസനത്തിൽ. 34. എന്താണ് അവർ ഗ്രഹിക്കുന്നില്ലാത്തത്? വിധിപ്രസ്താവം. 35. എന്താണ് അവർക്ക് വ്യാഖ്യാനിക്കാൻ കഴിയാത്തത്? അനുശാസനവും വിധിപ്രസ്താവവും. 36. എന്താണ് അവർ പ്രയോഗിക്കാത്തത്? ആപ്തവാക്യങ്ങൾ. 37. എന്നാൽ അവർ നിലനിർത്തുന്നത് എന്താണ്? ലോകത്തിൻ്റെ ഘടന. 38. എന്താണ് അവരുടെ പ്രാർത്ഥന? താങ്കളുടെ തൊഴിലിനെക്കുറിച്ച്. താങ്ക്സ് ഫോർ വാച്ചിങ്.